താൻ തന്നെയാണ് റെപ്ലിക്കന്റിനുണ്ടായ ആ കുഞ്ഞ് എന്ന് മനസ്സിലാക്കി നിൽക്കുന്ന നമ്മുടെ ഹീറോയെ അവന്റെ ടീം തന്നെ വന്ന് അറസ്റ്റ് ചെയ്യുവാണ്. വേറൊന്നുമല്ല, ഇവനെ വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് ഏൽപ്പിച്ചിട്ടും ഇവൻ അതിനെപ്പറ്റിയുള്ള പ്രോപ്പർ ഇൻഫോർമേഷൻ ഒന്നും കൈമാറാതെ എന്തൊക്കെയോ ചെയ്യുന്നു. അതിനെപ്പറ്റി അറിയാൻ വേണ്ടി ഓഫീസേഴ്സ് അന്വേഷണത്തിനൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ അവരുടെ ആ ഒരു സ്റ്റേഷനിൽ വെച്ച് അല്ലെങ്കിൽ അവരുടെ ആ ഒരു സെക്ഷനിൽ വെച്ച് ഒരു ടെസ്റ്റ് നടത്താറുണ്ട്. അതിനാണ് ബേസ് ലൈൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ കഥയുടെ തുടക്കത്തിലേ കണ്ടല്ലേ, നമ്മുടെ ഹീറോയോട് തുടർച്ചയായിട്ടുള്ള കുറേ അധികം ചോദ്യങ്ങൾ ചോദിച്ച് അവനെ കൺഫ്യൂസ് ആക്കാൻ ശ്രമിക്കും. അതിലവൻ കൺഫ്യൂസ് ആവാതെ കറക്റ്റായിട്ട് ഉത്തരം പറയണം. എന്നാൽ ഇപ്പോൾ ഹീറോ ഈ ടെസ്റ്റ് പരാജയപ്പെട്ടു. കാരണം അവൻ്റെ മനസ്സിൽ ഒത്തിരിയധികം സംശയങ്ങളുണ്ട്. താനൊരു ഹ്യൂമൻ ആണെന്ന് അവൻ സംശയിക്കാൻ തുടങ്ങിയിരിക്കുന്നു. സംശയമല്ല, താനൊരു ഹ്യൂമൻ ആണെന്ന് അവൻ ബോധ്യപ്പെട്ടിരിക്കുന്നു. അതോടെ ജോഷി മാഡം ആകെ കലിപ്പിലായി. പുള്ളിക്കാരിക്ക് ഇവനോടൊരു ചെറിയ സോഫ്റ്റ് കോർണർ ഉണ്ട്, ഇവനെ സേവ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടുത്തെ ടെസ്റ്റ് പരാജയപ്പെട്ടുകൊണ്ട് വീണ്ടും ടെസ്റ്റ് നടത്തും. അതിലും പരാജയപ്പെട്ട ഹീറോയുടെ കാര്യം കഷ്ടത്തിലാവും. 48 മണിക്കൂർ സമയം കൊടുക്കാം. അതിനുള്ളിൽ മുമ്പ് ചെയ്ത പോലെ കേസിന്റെ കാര്യങ്ങളൊക്കെ നോക്കി മുന്നോട്ട് പോയാൽ മാത്രം ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അതർവൈസ് ഗണ്ണും ബാഡ്ജും ഒക്കെ തിരിച്ചു കൊടുത്തിട്ട് വിട്ടോളാൻ പറഞ്ഞു. ഇനിയിപ്പോൾ ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റൂലെന്ന്. ജോ ആവട്ടെ നേരെ അവന്റെ വീട്ടിൽ ചെന്ന് അവന്റെ AI ജോയിയുടെ അടുത്ത് ഇവൾ നേരത്തെ പ്രകടിപ്പിച്ച സംശയം സത്യമാണ്, ഇവനൊരു ഹ്യൂമൻ ബീയിങ് ആണ്. റേച്ചലിനും അവരുടെ ഹസ്ബൻഡ് ഓഫീസർ ഡെക്കാർഡിനും ഉണ്ടായ കുഞ്ഞ് താനാണ് എന്ന് പറഞ്ഞു. എന്നാൽ ജോയി ഇപ്പോൾ വേറെ മൂഡിലായിരുന്നു. എന്ത് സംഭവം എന്ന് വെച്ചാൽ നേരത്തെ നമ്മുടെ ഹീറോയുടെ അടുത്ത് കുറേ പ്രോസ്റ്റിറ്റ്യൂട്ട് പെണ്ണുങ്ങൾ വന്ന് കൊഞ്ചിക്കൊഴിഞ്ഞ് ഇവൻ ഈ രഹസ്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന പോലെ അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അതിലൊരു പെണ്ണിനെ ഇവിടെ വിളിച്ചു വരുത്തി. എന്തിനെന്നാൽ നമ്മുടെ ജോയിക്ക് നേരിട്ട് നമ്മുടെ ജോയുടെ കൂടെ സെക്സ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ഇവിടെ ഇതിനെല്ലാം തയ്യാറായി വന്നിരിക്കുന്ന ഈ പ്രോസ്റ്റിറ്റ്യൂട്ട് ഗേളുമായിട്ട് ഇവൾ സിങ്ക് ആയാൽ ഇവൾക്ക് നമ്മുടെ ഹീറോയുടെ കൂടെ സെക്സ് ചെയ്യാൻ പറ്റും. ആ ഒരു ഫീൽ കിട്ടും. നമ്മുടെ ഹീറോയ്ക്കാണെങ്കിലും ഈ ഒരു ടൈമിൽ ജോയിനെ ആയിരിക്കും കാണാൻ പറ്റുക. സോ അവൻ്റെ രീതിയിൽ ചിന്തിക്കുമ്പോൾ അവനെ ഏറ്റവും ഇഷ്ടപ്പെട്ട എയുടെ കൂടെ സെക്സ് ചെയ്തു എന്നൊരു തരത്തിൽ ഇവൾക്ക് ഇവന് വേണ്ടി റിയൽ ആവണം പോലും. അവളുടെ ആഗ്രഹമല്ലേ. നമ്മുടെ ഹീറോയും മടി കൂടാതെ സമ്മതിച്ചു. പിറ്റേ ദിവസം രാവിലെ ആ പ്രോസ്റ്റിറ്റ്യൂട്ട് അവിടുന്ന് പോകുന്നതിന് മുമ്പ് പുള്ളിക്കാരി ഒരു ചെറിയ ചിപ്പ് എടുത്ത് നമ്മുടെ ഹീറോയുടെ ജാക്കറ്റിനുള്ളിൽ ഒളിപ്പിക്കുന്നുണ്ട്. അതായത് ഇവൾ വേറെ ആർക്കോ വേണ്ടി നമ്മുടെ ഹീറോയെ ഒറ്റി അവൻ എവിടെയൊക്കെ പോകുന്നുണ്ടെന്ന് മറ്റാർക്കോ ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ജോയിക്ക് ഓഫീസർ ഡെക്കാർഡ് ജീവനോടെ ഉണ്ടെങ്കിൽ, അതായത് ഇവൻ്റെ അച്ഛൻ ജീവനോടെ ഉണ്ടെങ്കിൽ പുള്ളിക്കാരനെ കണ്ടുപിടിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട് എത്രയും വേഗം അന്വേഷണം നടത്തി അവരെയൊക്കെ ട്രാക്ക് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി പുള്ളിക്കാരൻ പോകാൻ തുടങ്ങുമ്പോൾ ജോയിയും ഇവൻ്റെ കൂടെ ചെല്ലാമെന്ന് പറയുന്നുണ്ട്. ജോയി ഇവൻ്റെ കൂടെ ചെല്ലുന്നത് പുതിയ കാര്യമല്ല. എന്നാൽ ഇവിടെയുള്ള പുള്ളിക്കാരുടെ മെമ്മറീസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയണമെന്ന് ആവശ്യപ്പെടുന്നു. അതായത് ഈ വീട്ടിലുള്ള സിസ്റ്റത്തിൽ നിന്നും ജോയിയെ കംപ്ലീറ്റ്ലി ഡിലീറ്റ് ചെയ്ത് കളയുക. അവൻ്റെ അടുത്ത് എമനേറ്റർ ഉണ്ടല്ലോ, അതിൽ മാത്രം മതി ജോയി എന്ന് പറയുന്നു. കാരണം മറ്റൊന്നുമല്ല, ഹീറോയുടെ പിന്നാലെ വരുന്ന ആളുകൾ ഒരുപക്ഷെ ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ജോയിയെ അവർ കണ്ടെത്തിയാൽ ജോയിയുടെ മെമ്മറീസ് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഹീറോയെ പറ്റിയുള്ള ഇൻഫർമേഷൻ അവർക്ക് കിട്ടും. അതിനുപോലും ഒരു ചെറിയ സാധ്യത ഉണ്ടാവരുമെന്നാണ് അവൾ പറയുന്നത്. ഇതിന് വലിയൊരു റിസ്ക് ഉണ്ട്. ജോയിയുടെ എമനേറ്റർ എന്തെങ്കിലും കാരണവശാൽ നശിച്ചു പോയാൽ ജോയി കംപ്ലീറ്റ്ലി ഇല്ലാണ്ടാവും. പിന്നെ അവളെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റൂല. നോ, അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഇതിനെന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് നിന്നെ എന്നേക്കുമായി നഷ്ടപ്പെടും. ജോ, എനിക്കറിയാം ഒരു സാധാരണ മനുഷ്യനെ പോലെ ഞാനും മരണപ്പെടും. പക്ഷേ ഞാൻ കാരണം നിനക്കൊരു പ്രശ്നം ഉണ്ടാവരുത്. എന്നിലൂടെ ആരും നിന്നെ ട്രാക്ക് ചെയ്യാൻ ഇടവരുത് പ്ലീസ്. ജോയിയുടെ നിർബന്ധം കാരണം നമ്മുടെ ജോയും കൺസോളിൽ നിന്ന് അവളെ ഡിലീറ്റ് ചെയ്തു. അറ്റ് ദ സെയിം ടൈം ലവ് ഇക്കാര്യം അറിയുന്നുണ്ട്. ലവ് ഇത്രയും നേരം ജോയിയെ ട്രാക്ക് ചെയ്യുമായിരുന്നു. അതായത് നമ്മുടെ ഹീറോയുടെ കൂടെയുള്ള ജോയിയെ ട്രാക്ക് ചെയ്തിട്ടിരിക്കുമായിരുന്നു. ജോയി ആവശ്യപ്പെട്ടത് കറക്റ്റ് അല്ലേ? ലവ് എപ്പോഴും നമ്മുടെ ഹീറോയുടെ പിന്നാലെയുണ്ട്. ലവിന് ഇവനെ ട്രാക്ക് ചെയ്യാതിരിക്കാൻ ചെയ്യേണ്ടത് ഇപ്പോൾ ഇത് മാത്രമാണ്. ഹീറോയും ജോയും കൂടി അടുത്തുള്ള ഒരു ലോക്കൽ സ്റ്റോറിൽ ചെന്ന് അവൻ്റെ കയ്യിലുള്ള ആ ഒരു തടി കുതിര അവിടെ കൊടുത്തിട്ട് അതിനെപ്പറ്റി വിശദമായി ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അവിടുത്തെ ആൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അതൊരു റിയൽ വുഡ് ആണെന്ന് മനസ്സിലായി. ഇപ്പോൾ ഭൂമിയിൽ റിയൽ മരങ്ങളൊന്നും വളരാറില്ലല്ലോ, തടി കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ ഇതിന് അത്രയും ഡിമാൻഡ് ഉണ്ട്. ഈ ഒരു ചെറിയ തടി ടോയ് കൊണ്ട് വേണേ ഒരു റിയൽ കുതിര വരെ വാങ്ങാൻ പറ്റും. അത്രയും പണം ഇതിൽ നിന്ന് കിട്ടുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഹീറോയ്ക്ക് റിയൽ കുതിര അല്ലല്ലോ വേണ്ടത്. ഈ സാധനം, ഈ ടോയ് എവിടെയാണ് ഉണ്ടാക്കിയത് എന്ന് അറിയണം. അങ്ങനെ ചെക്ക് ചെയ്ത് വന്നപ്പോൾ ഇതിൽ ഒരുപാട് റേഡിയോ ആക്ടിവിറ്റി എലമെന്റ്സ് ഒക്കെ കണ്ടുപിടിച്ചു. സോ അതിനർത്ഥം അത്തരത്തിൽ റേഡിയോ ആക്ടിവിറ്റി എലമെന്റ്സ് ഒക്കെ കൂടുതലുള്ള ഏതെങ്കിലും ഒരു ഏരിയയിലായിരിക്കും ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഒരുപാട് വേസ്റ്റ് ഡേർട്ട് ഒക്കെ ഉണ്ട്. സോ ഒത്തിരി വേസ്റ്റുകളൊക്കെ കിടക്കുന്ന ഒരുമാതിരി വല്ലാത്ത കണ്ടീഷനിലുള്ള ഏതെങ്കിലും സ്ഥലമായിരിക്കണം. ഇങ്ങനെയൊക്കെ ഇതിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് ഈ പറഞ്ഞ പോലെ ഒരു സ്ഥലം തേടി നമ്മുടെ ഹീറോയും ജോയിയും യാത്രയായി. ഏതാണ്ട് ഇതേ സമയത്ത് തന്നെ ലവ് നമ്മുടെ ഹീറോയുടെ വീട്ടിൽ ചെല്ലുന്നുണ്ട്. അവിടെ ഇപ്പോൾ ഹീറോയും ഇല്ല, ജോയും ഇല്ല. അവൻ എങ്ങോട്ടാണ് പോയിരിക്കുന്നത് കണ്ടുപിടിക്കണമല്ലോ. ഒരു പക്ഷേ അവൻ്റെ മാഡം ജോഷി മാഡത്തിന് എന്തെങ്കിലും അറിയാമായിരിക്കുമെന്ന് കരുതി പുള്ളിക്കാരുടെ അടുത്ത് ചെന്നു. ആദ്യം മര്യാദയ്ക്ക് ചോദിച്ചു. എന്നാൽ ജോഷി മാഡം, എനിക്ക് അവൻ എവിടെ പോയെന്ന് അറിയത്തില്ല, അവനിപ്പോൾ ഓഫ് ഡ്യൂട്ടി ആണെന്ന് പറഞ്ഞു. അടവർക്കരുത്, അവൻ എന്തൊക്കെയോ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം, നിനക്കും അറിയാം. എന്താ അതൊക്കെ? അവൻ കണ്ടുപിടിച്ച ഒരു പെട്ടി, അതിനകത്തുള്ളായിരുന്ന ബോൺസ് ഒക്കെ കോക്കോയും കൊന്നിട്ട് നീ എടുത്തോണ്ട് പോയില്ലേ. പിന്നെ ബാക്കി എന്തൊക്കെയോ കിട്ടിയത് അവൻ നശിപ്പിച്ച് കളയുകയും ചെയ്തു. ഇപ്പോൾ അവൻ്റെ അടുത്ത് ഒന്നുമില്ല. ഇതൊക്കെ പറയുന്ന കൂട്ടത്തിൽ തന്നെ ഡ്രിങ്ക്സ് ഒക്കെ ഒഴിച്ച് ജോഷി മാഡം കയ്യിൽ ഒരു ഗ്ലാസ് എടുത്തു. ലവ് ആവട്ടെ അവരുടെ കയ്യിൽ വെച്ച് തന്നെ ആ ഗ്ലാസ് ഞെക്കി പൊട്ടിച്ചു. അറിയാമല്ലോ, കുപ്പിച്ചെല്ലാം കയ്യിൽ കുത്തിക്കേറി അത്രയും വേദന നിൽക്കുന്ന സമയത്തും ജോഷി മാഡം നമ്മുടെ ഹീറോ എവിടെ പോയെന്ന് പറയാൻ തയ്യാറായില്ല. പുള്ളിക്കാരിക്ക് ക്ലിയർ ആയിട്ട് അറിയാവുന്ന ഇൻഫർമേഷൻസ് ഒന്നും തന്നെ പറയാൻ തയ്യാറായില്ല. അപ്പോൾ എന്ത് ചെയ്തിട്ടാണെങ്കിലും നീ പറയത്തില്ല. നീ എന്നെ ആദ്യം ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചു, അതുകൊണ്ട് എനിക്ക് നിന്നെ കൊല്ലേണ്ടി വന്നു ഞാൻ മിസ്റ്റർ വാലസിനോട് പറഞ്ഞോളാം എന്നും പറഞ്ഞ് ലവ് കത്തിയെടുത്ത് ജോഷി മാഡത്തെ കുത്തിക്കൊന്നു. ദെൻ അവരുടെ ഫേസ് സ്കാൻ ചെയ്ത് സിസ്റ്റം ഓപ്പൺ ചെയ്ത് അതിലൂടെ നമ്മുടെ ഹീറോയുടെ ലൊക്കേഷനും കണ്ടെത്തുന്നു. അവനിപ്പോൾ ഓഫ് ഡ്യൂട്ടി ആണെന്നൊക്കെ പറഞ്ഞാലും പുള്ളിക്കാരൻ ഒരു ഓഫീസറാണ്. അവനെ ഏത് സമയം ഇവർ ട്രാക്ക് ചെയ്യുന്നുണ്ടാവുമല്ലോ. ഹീറോ ഇപ്പോൾ ഒരുമാതിരി വല്ലാതെ അലമ്പായി കിടക്കുന്ന ഒരു ലൊക്കേഷനിലാണ്. ഒത്തിരി വേസ്റ്റുകളൊക്കെ കൊണ്ട് തട്ടുന്ന ഭയങ്കര ഡേർട്ടൊക്കെ ഉള്ള അമ്മാതിരി ഒരു ലൊക്കേഷനിൽ. ഈ സ്ഥലത്ത് ഇവന് ചെറുതായിട്ട് ഹീറ്റ് കണ്ടെത്താൻ സാധിച്ചിരുന്നു. വിച്ച് മീൻസ് ആരൊക്കെ ഇവിടെ ജീവിക്കുന്നുണ്ട്. അവിടെ ഇപ്പോൾ ഉപയോഗത്തിലില്ലാത്ത നശിച്ചു കിടക്കുന്ന നശിച്ചു കിടക്കുന്ന ഒരു കോലത്തിലുള്ള ഒരു കസിനോയ്ക്കകത്ത് എന്ന് കയറി. ഇതിനകത്ത് പല ഭാഗങ്ങളിലും സെക്യൂരിറ്റി സിസ്റ്റംസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അബദ്ധത്തിൽ എങ്ങാനും അങ്ങനെയുള്ള ലേസേഴ്സിലെങ്ങാനും ചെന്ന് തട്ടിയാൽ ഇവന്റെ കാര്യം ഖതം. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് വളരെ കെയർഫുൾ ആയിട്ട് ഓരോരോ ഫ്ലോർ ഇങ്ങനെ പരിശോധിക്കുവാണ്. ആരൊക്കെയോ ഇവിടെ ജീവിക്കുന്നുണ്ടെന്ന് മനസ്സിലായിരുന്നു. ഇനി അത് ആരത് കണ്ടുപിടിക്കണമല്ലോ. നോക്കുമ്പോൾ അവിടെ ഒരു ഡോഗ് ഉണ്ട്. അത് ഒരു വല്ലാത്ത കോലത്തിൽ ഡസ്റ്റൊക്കെ ഉള്ള പ്രദേശത്തല്ലേ ജീവിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള എല്ലാ പോരായ്മകളും ഉള്ള ഒരു ഡോഗ്.
ഡോഗ് മാത്രമല്ല ഡോഗിനെ തീറ്റി പോറ്റുന്നവനുണ്ട്. ഗസ് ഹൂ? നമ്മുടെ ഫസ്റ്റ് പടത്തിലെ ഹീറോ തന്നെ, നമ്മുടെ ഓഫീസർ ഡെക്കാർഡ്. അതായത് നമ്മുടെ ഹീറോ അവന്റെ അച്ഛനെ കണ്ടെത്തിയിരിക്കുന്നു. പുള്ളി ഗണ്ണൊക്കെ ചൂണ്ടി നമ്മുടെ ഹീറോയ്ക്ക് നേരെ വന്ന്, ആരടാ നീ, എന്താ ഇവിടെ ചെയ്യുന്നേ? സത്യം പറയണം, അടവിടുത്തെ നിന്നെ കൊന്നുകളയും, നീ ഓഫീസറല്ലേ? യാ ആക്ച്വലി ബട്ട് ഞാൻ നിങ്ങളെ ഇവിടുന്ന് കൊണ്ടുപോകാനൊന്നും വന്നല്ല. പിന്നെ എന്തിനാ വന്നേ? എന്താ നിന്റെ ഉദ്ദേശം? അത് എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കണം, എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻസോ എന്നും ചോദിച്ച് ഡെക്കാർഡ് ഇവനെ ഷൂട്ട് ചെയ്തു. ബുള്ളറ്റ് കൊണ്ടില്ല, കൊള്ളുന്നതിന് മുമ്പ് നമ്മുടെ ഹീറോ ഒഴിഞ്ഞു മാറി എടുത്ത് താഴെ ചാടി. ബട്ട് താഴെ ആണെങ്കിൽ ഒരു ലേസറിൽ തട്ടി അവിടെ ഒരു ബ്ലാസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. എങ്കിലും ഹീറോയ്ക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റി. ദേ ഇവിടെ കാണാൻ പറ്റുന്നില്ലേ, പണ്ട് ഇവിടെ ഇങ്ങനെ ഡാൻസും പരിപാടിയൊക്കെ നടക്കുമായിരുന്നു. റിയൽ മോഡൽസ് ഒന്നും വേണ്ട, എല്ലാം ഹോളോഗ്രാം. ആളുകളെ സന്തോഷിപ്പിക്കാൻ ഇതൊക്കെ തന്നെ ധാരാളം. അതെല്ലാം ഇങ്ങനെ ഓണായി നിൽക്കുമ്പോൾ അതിനിടയിൽ വെച്ച് നമ്മുടെ ഹീറോയും അവൻ്റെ അച്ഛനും തമ്മിൽ അടിയാവുന്നു. ഡെക്കാർഡിന്റെ കയ്യിലുള്ള ഗണ്ണ് ഹീറോ തട്ടിമാറ്റി. തുടർന്ന് ഡെക്കാർഡ് ഹീറോയെ തല്ലുന്നു. ഹീറോയ്ക്ക് തിരിച്ചടിക്കാൻ പറ്റത്തില്ലല്ലോ, അവൻ്റെ അച്ഛനല്ലേ നിൽക്കുന്നേ. ഇവൻ തിരിച്ചടിക്കാതെ പിന്നെ അടികൊള്ളാൻ റെഡിയായി നിൽക്കുന്നത് കണ്ട് ഡെക്കാർഡ് അടി നിർത്തി. ഇവൻ എന്തൊക്കെയോ തന്നോട് ചോദിക്കാനുണ്ട്. അവൻ പറഞ്ഞൊക്കെ സത്യമാണെന്ന് മനസ്സിലാക്കി അവനെ വിളിച്ചുകൊണ്ട് പോയി സംസാരിക്കുന്നു. നിനക്കങ്ങനെ വിസ്കി മതിയോ? ഏത് ബ്രാൻഡ് വേണമെങ്കിലും പറഞ്ഞോ, ഓൾമോസ്റ്റ് എല്ലാം ഈ ഏരിയയിലുണ്ട്. ഒരു കാലത്ത് എങ്ങനെ ഉണ്ടായിരുന്ന ടൗണാ, ഇപ്പൊ ഇതാണ് അവസ്ഥ. ലക്ഷക്കണക്കിന് മദ്യക്കുപ്പികൾ അവിടെ അവകാശികളില്ലാതെ കിടക്കുന്നേ. ഏത് ബ്രാൻഡ് വേണമെങ്കിലും എടുക്കുക. ഇതാ ടവല്, തലയിലെ ബ്ലഡ് അങ്ങ് തുടച്ചേക്ക്. അല്ല നിന്റെ പേരെന്താ? ഹീറോ അവന്റെ ഓഫീസർ കോഡ് പറയാൻ തുടങ്ങുമ്പോൾ അതല്ല നിന്റെ റിയൽ നെയിം എന്താ? അന്നേരം ഇവൻ ജോ എന്ന് പറയും. നമ്മുടെ ജോ ഇവന് വെച്ച പേര്. ജോ ഡെക്കാർഡിനോട് അദ്ദേഹത്തിന്റെ ഭാര്യ റേച്ചലിനെ പറ്റിയും കുഞ്ഞിനെ പറ്റിയൊക്കെ ചോദിച്ചപ്പോൾ ഡെക്കാർഡിന് തന്റെ കുഞ്ഞ് ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പോലും അറിയത്തില്ലെന്നാണ് പറയുന്നത്. ഈവൻ കുഞ്ഞാണാണോ പെണ്ണാണോ എന്ന് പോലും അദ്ദേഹത്തിന് അറിയത്തില്ല. അന്നത്തെ സാഹചര്യം അതായിരുന്നു അത്രേ. അദ്ദേഹത്തിന് കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റിയില്ല. അന്ന് ബ്ലാക്ക് ഔട്ട് ഉണ്ടാവുന്നതിന് തൊട്ട് മുമ്പുള്ള സമയമാണ്. എടുപിടിന്ന് കാര്യങ്ങളൊക്കെ ഓടിപ്പിടിച്ച് ചെയ്യുന്നു. തങ്ങളെ കൊല്ലാൻ വരുന്നവരിന്ന് രക്ഷപ്പെടണം. ഇങ്ങനെയൊക്കെയുള്ള പിന്നെ മറ്റു പല സിറ്റുവേഷൻസ് കാരണം ഇദ്ദേഹത്തിന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. പിന്നീട് അതിനെ ട്രാക്ക് ചെയ്യാനും പറ്റിയില്ല. ഇതാണ് റേച്ചൽ, ഇവന്റെ അമ്മ. ഇങ്ങനെ ഇതൊക്കെ നോക്കി നിൽക്കുന്ന സമയത്താണ് കുറേ അധികം ഫ്ലൈയിങ് കാസ് ഈ ഏരിയയിലോട്ട് വരുന്നത്. ഇങ്ങോട്ടൊന്നും ആരും വരാത്തതാണ്. ഇപ്പൊ വന്നിരിക്കുന്ന ഒരു അപകടമാണെന്ന് ഡെക്കാർഡിന് മനസ്സിലായി. വന്നിരിക്കുന്നത് ആരാണെന്ന് മനസ്സിലായി കാണുമല്ലോ, ലവും അവളുടെ ആളുകളും. അവർ വലിയൊരു സ്ഫോടനമൊക്കെ നടത്തി ഇടിച്ചകത്ത് കയറി വന്ന് ഡെക്കാർഡിനെ പിടിച്ച് അവരുടെ വാഹനത്തിൽ കയറ്റി. അദ്ദേഹം പ്രതിരോധിക്കാൻ ശ്രമിച്ചു, പക്ഷേ കാര്യം ഉണ്ടായില്ല. നമ്മുടെ ഹീറോയും ആദ്യം തല്ലി തോൽപ്പിക്കാന്നുള്ള മട്ടിലൊന്ന് ശ്രമിച്ചു നോക്കി. പക്ഷേ ലവ് ആണ് അപ്പുറത്ത്. ലവ് നമ്മുടെ ഹീറോയെ ചവിട്ടി താഴെയിട്ട് നല്ല 4 തൊഴി കൊടുത്തു. അതുകൊണ്ട് ജോയി ഒരുമാതിരി അങ്ങ് വിഷമിച്ചു. പ്ലീസ് ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ജോയിയുടെ എമിനേറ്റർ ലവ് ചവിട്ടി പൊട്ടിക്കുന്നു. അതോടെ ജോയി ഇല്ലാണ്ടാവുകയാണ്. അവൾ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ ഹീറോയോട് ഐ ലവ് യു എന്ന് പറയാൻ വരുന്നുണ്ട്. എന്നാൽ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവൾ മരണപ്പെട്ടു. ഇനിയിപ്പോൾ ജോയിയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. നേരത്തെ ജോയി നിർബന്ധിച്ചതിനെ തുടർന്ന് നമ്മുടെ ഹീറോ അവളെ കൺസോളിൽ നിന്ന് വരെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഹീറോ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ലവിന്റെ ചവിട്ട് കൊണ്ട് അനങ്ങാൻ പറ്റാത്തൊരു കോലത്തിലായിരുന്നു. ലവിന്റെ ആളുകൾ ഇവിടുത്തെ നെക്സസ് സൈറ്റ് ആയിട്ടുള്ള നമ്മുടെ ഡെക്കാർഡിനെ പിടിച്ചുകൊണ്ട് പോയി. നമ്മുടെ ഹീറോയെ ഒന്നും ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ ഇവനെ ഇവിടുന്ന് ആര് രക്ഷപ്പെടുത്താൻ, ഇവനോട് കിടന്ന് ചത്തോളം എന്നുള്ള മട്ടിൽ അവനെ അവിടെ ഇട്ടിട്ട് പോയി. എന്നാൽ രാത്രി ആയപ്പോഴേക്കും ഹീറോയെ രക്ഷപ്പെടുത്താനായി കുറേ ആളുകൾ അവിടെ വന്നു. നേരത്തെ ആ പ്രോസ്റ്റിറ്റ്യൂട്ട് പെണ്ണ് ഹീറോയുടെ ജാക്കറ്റിന്റെ പോക്കറ്റിൽ വെച്ച ട്രാക്കറിലെ അത് യൂസ് ചെയ്താണ് ഇവനെ കണ്ടുപിടിച്ചത്. അതായത് ആ പ്രോസ്റ്റിറ്റ്യൂട്ട് പെണ്ണിന്റെ ആളുകളാണ്. അവർ ഹീറോയെ അവരുടെ സ്ഥലത്ത് കൊണ്ടുപോയി അവന് വേണ്ട ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് വീണ്ടും പഴയ പോലെ അവനെ ഓക്കെ ആക്കി എടുക്കുന്നു. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നു. ഇവരൊക്കെ ആരാന്നല്ലേ? ഇവിടെ ഈ പ്രോസ്റ്റിറ്റ്യൂട്ട് പെണ്ണും അവരുടെ കൂടെയുള്ള ആളുകളും എല്ലാവരും റെപ്ലിക്കൻസ് ആണ്, പഴയ റെപ്ലിക്കൻസ്. ഇവരെല്ലാം ഒന്നിച്ചു ചേർന്ന് നിലവിലത്തെ സിസ്റ്റം തകർക്കാൻ ശ്രമിക്കുന്നു. അതിനുവേണ്ടി ഒരുപാട് നാളായിട്ട് ഇവരെല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട്. അതും വെറും 10-20 ആളുകൾ മാത്രമല്ല, ഒത്തിരി ആളുകളുണ്ട്. ലോകത്തിന്റെ പല ഭാഗത്തുള്ള റെപ്ലിക്കൻസിനെ, പഴയ റെപ്ലിക്കൻസിനെ എല്ലാം ഇവിടെ കൂട്ടിക്കൊണ്ടുവരാൻ ഇവർക്ക് സാധിച്ചു. അതീവ രഹസ്യമായി ബ്ലേഡ് റണ്ണേഴ്സിന് മുന്നിൽപ്പെടാതെ അവർക്കാർക്കും സംശയം തോന്നാത്ത രീതിയിൽ സമൂഹത്തിൽ ഇടകലർന്ന് അങ്ങനെയൊക്കെ ജീവിക്കുമായിരുന്നു. ഇതാ ഈ സ്ത്രീയെ കണ്ടില്ലേ, ഈ ഒറ്റ കണ്ണ് മാത്രമുള്ള ഈ പുള്ളിക്കാരിയാണ് ഇവരുടെ ഇപ്പോഴത്തെ ലീഡർ ഫ്രൈസ. നമ്മുടെ ഡെക്കാർഡിന്റെയും റേച്ചലിന്റെയും കുഞ്ഞിനെ ഒളിപ്പിച്ച് മാറ്റിയത് ഇവരാണ്. കുഞ്ഞിനെ പറ്റിയുള്ള രഹസ്യങ്ങൾ നമ്മുടെ ഹീറോ ആദ്യം കൊന്നുകളഞ്ഞ സാപ്പറിനും അറിയായിരുന്നു. ഈവൻ ഒരുപക്ഷെ സാപ്പറിന് നമ്മുടെ ഹീറോയെ അടിച്ച് തോൽപ്പിക്കാൻ പറ്റുമായിരുന്നിട്ടും പുള്ളിക്കാരൻ അങ്ങനെ ചെയ്യാതെ അങ്ങേറെ ജീവൻ തന്നെ കൊടുത്തത് കുഞ്ഞിനെ പറ്റിയുള്ള രഹസ്യം ആരും അറിയാതിരിക്കാൻ വേണ്ടിയാണെന്നും പറയുന്നുണ്ട്. ആദ്യമൊക്കെ മനുഷ്യർ ഈ റെപ്ലിക്കൻസിനെ സ്ലേവ്സ് ആയിട്ടല്ലേ കണ്ടത്. എന്നാൽ ഇവർ സ്ലേവ്സ് അല്ല. ഇവർക്കും പ്രസവിക്കാൻ സാധിക്കും, അവർക്കും തലമുറകളുണ്ടാവും. മനുഷ്യരെ പോലെ തന്നെ തങ്ങൾക്കും ഈ ഭൂമിയിൽ ഒരു ഭാഗമായി ജീവിക്കാൻ സാധിക്കണം, തങ്ങളുടെ തലമുറകൾ ഈ ഭൂമിയിൽ ഉണ്ടാവണം എന്നൊക്കെയാണ് ഇവരുടെ ആഗ്രഹം. ഓഫ് കോഴ്സ് അവർ പറയുന്നത് ശരിയല്ലേ, അവരുടെ ഭാഗത്ത് ന്യായമില്ലേ? അവർക്കും തലമുറകൾ ഉണ്ടാവുന്നു, മനുഷ്യനെ പോലൊക്കെ തന്നെ. മനുഷ്യരുടെ ചിന്തകൾ അതുപോലെ ഇംപ്ലാന്റ് ചെയ്ത് വെച്ച് മനുഷ്യരെ പോലെ തന്നെ ചിന്തിക്കാൻ കഴിവുള്ള ഇവരെ ഒരുമാതിരി അടിമകളായിട്ട് കാണുമ്പോൾ ഇവർക്ക് എങ്ങനെ ഫീൽ ചെയ്യും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. പിന്നെ ഇവിടെ വേറൊരു ട്വിസ്റ്റ് ഉണ്ട്. ആക്ച്വലി നമ്മുടെ റേച്ചലിന് ആൺകുഞ്ഞായിരുന്നില്ല, പെൺകുഞ്ഞായിരുന്നു. അതായത് നമ്മുടെ ഹീറോ അല്ല റേച്ചലിന്റെ കുഞ്ഞ്, ഇവനൊരു റെപ്ലിക്കന്റ് തന്നെയാണ്. ഹീറോ നേരത്തെ ആ DNA ഒക്കെ ചെക്ക് ചെയ്യാൻ പോയപ്പോൾ അവിടെ ആണിനെയും പെണ്ണിനെയും കണ്ടിരുന്നല്ലോ. അവിടെ കണ്ട ആണ് അത് റിയൽ അല്ല, അത് ഇവർ ക്രിയേറ്റ് ചെയ്ത DNA ആണ്, അല്ലെങ്കിൽ ഇവർ ഫേക്ക് ചെയ്ത് ഉണ്ടാക്കിയതാണ്. ഇവനിതിപ്പോൾ എങ്ങനെ ഉണ്ടാവും? ഇത്രയും നേരം ഇവനാണ് ഡെക്കാർഡിന്റെയും റേച്ചലിന്റെയും മകനെന്ന് ചിന്തിച്ചിരുന്നു. ഇപ്പം അങ്ങനെയല്ല, താനൊരു റെപ്ലിക്കന്റ് തന്നെയാണ്. പിന്നെ ഹീറോയ്ക്ക് വന്നുകൊണ്ടിരുന്ന ഓർമ്മകൾ, ആ ഓർമ്മകളൊക്കെ ഇവന് വരാൻ കാരണം ഡെക്കാർഡിന്റെയും റേച്ചലിന്റെയും മകളുടെ ഓർമ്മകളാണത്. കാരണം ഡെക്കാർഡിന്റെയും റേച്ചലിന്റെയും മകളുടെ ഓർമ്മകളാണ് ഇവനിലേക്ക് ഇംപ്ലാന്റ് ചെയ്തിരുന്നത്. അങ്ങനെയെങ്കിൽ ആരാണ് ആ പെൺകുട്ടി? ഡെക്കാർഡിന്റെയും റേച്ചലിന്റെയും മകൾ ആരാണ്? വേറെ ആരുമല്ല, നമ്മൾ നേരത്തെ കണ്ട അനയാണ്. യെസ്, നമ്മുടെ ഹീറോയുടെ ഓർമ്മകൾ ഇംപ്ലാന്റ് ചെയ്യപ്പെട്ടതാണോ എന്ന് ചെക്ക് ചെയ്ത് അതേ അന. ഇവന്റെ ഓർമ്മകളൊക്കെ ചെക്ക് ചെയ്ത കൂട്ടത്തിൽ അവളുടെ കണ്ണ് നിറഞ്ഞ് ഒഴുകുന്നുണ്ടായിരുന്നു. അതിന് കാരണം ഇപ്പോഴല്ലേ മനസ്സിലായത്. അവളവിടെ സേഫ് ആണെന്ന് പറയാം. അവൾ വാലസിന് വേണ്ടി പോലും വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. വിച്ച് മീൻസ് വാലസിന് പോലും അവളെ സംശയമില്ല. കട്ട് ചെയ്താൽ ഒരു സ്ഥലത്ത് ബോധം തെളിഞ്ഞു വരുന്ന നമ്മുടെ ഡെക്കാർഡിന്റെ അടുത്ത് വാലസ് ഒന്ന് സംസാരിക്കുന്നതാണ് കാണുന്നത്. നിങ്ങളൊരു സംഭവമാണ് ഡെക്കാർഡ്, ഇത്രയും നാളെല്ലാം രഹസ്യമായിട്ട് കീപ്പ് ചെയ്തില്ലേ? ദാ ഈ തലയോട്ടി ആരുടെയെന്ന് മനസ്സിലായോ? നിങ്ങളുടെ ഭാര്യ റേച്ചലിന്റെയാ. ഇനി എനിക്ക് നിങ്ങളുടെ കുഞ്ഞിനെ വേണം. എവിടെയുണ്ടത്? ഡെക്കാർഡിനെ കൊണ്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയിപ്പിക്കാൻ പഠിച്ച പണി 18 നോക്കുന്നുണ്ട്. പണ്ട് റേച്ചലും ഡെക്കാർഡും തമ്മിൽ സംസാരിച്ചിട്ടുള്ള
ഒരു കോൺവെർസേഷൻസ് അതിൻ്റെ ഓഡിയോ റെക്കോർഡിങ്സ് ഒക്കെ ഇങ്ങനെ കേൾപ്പിക്കുന്നു. ഈവൻ റേച്ചലിനെ തന്നെ റീക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നു. റേച്ചലിൻ്റെ അതേ രൂപത്തിൽ റെപ്ലിക്കന്റിനെ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്ത് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയിപ്പിക്കാൻ എല്ലാ ശ്രമവും നടത്തി. ഇദ്ദേഹം ഇഷ്ടപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായ റേച്ചൽ ഒരു റെപ്ലിക്കൻ്റ് ആയിരുന്നു. ഇപ്പോൾ പുള്ളിക്കാരൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നതും അതേ രൂപത്തിലുള്ള എക്സാക്ട്ലി അതുപോലെ തന്നെയുള്ള ഒരു റെപ്ലിക്കൻറ്റ്. എന്നാൽ അത്ര ബോധമില്ലാത്തവനല്ലല്ലോ നമ്മുടെ ഡെക്കാർഡ്. ഒരു കാലത്ത് പുള്ളി എന്തായിരുന്നു എന്നുള്ളത് ഫസ്റ്റ് മൂവി കണ്ടാൽ മനസ്സിലാവും. അങ്ങനെയുള്ള പുള്ളിക്കാരൻ ഇമാതിരി പാവളൊക്കെ കാണിച്ചു കൊടുത്തത് നിന്റെ ഭാര്യയാണ്, പറ സത്യം പറ എന്ന് പറഞ്ഞാൽ പുള്ളി പറയൂല. അവൻ്റെയൊക്കെ ഒരു ഡെമ്മി ടെസ്റ്റ്. ഇദ്ദേഹം ഇഷ്ടപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ റേച്ചലിൻ്റെ കണ്ണുകൾ പച്ചയായിരുന്നു. പക്ഷേ ഇവരിപ്പോൾ ക്രിയേറ്റ് ചെയ്ത റെപ്ലിക്കൻ്റെ കണ്ണുകൾ പച്ചയല്ല. ഇത്ര മാത്രം പറഞ്ഞ് ഡെക്കാർഡ് അവിടെ നിന്ന് മാറിപ്പോയപ്പോൾ ലവ് ആ റെപ്ലിക്കനെ ഷൂട്ട് ചെയ്ത് കൊന്നു കളഞ്ഞു. കട്ടായാൽ അടുത്ത സീനിൽ ഇതേ നമ്മുടെ ഹീറോ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു പോകുന്നു. അന്നേരം ഒരാൾ ഇവനെ വിളിച്ചു. ഇവൻ്റെ ജോയിയുടെ ശബ്ദമാണത്. നോക്കുമ്പോൾ എന്താ തുണിമണി ഒന്നുമില്ലാതെ വലിയൊരു ജയന്റ് ജോയിയാണത്. ഇവൻ്റെ ജോയി അല്ല, ഇവൻ്റെ കൂടെ ജീവിച്ച ആ ഒരു ഓർമ്മകളൊന്നുമുള്ള ജോയി അല്ല. പകരം വാലസ് കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന ഒത്തിരി ജോയിമാരിൽ ഒരു ജോയി. എന്തൊരു ദിവസം അല്ലേ? അല്ല നിനക്കെന്താ പറ്റിയേ? ഒറ്റപ്പെട്ടിരിക്കുന്ന പോലെ. ജോയിയുടെ ആ ചോദ്യം ഹീറോയെ കുറേ കാര്യങ്ങൾ ചിന്തിപ്പിച്ചു. ഇവനെ ഇത്രയേറെ ദ്രോഹിച്ച, ഒരുപാട് ആളുകളെ ഒരുപാടേറെ ദ്രോഹിച്ച വാലസിനെതിരെ ഇവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് വേണ്ടി നല്ലവനായ സാപ്പറിനെ കൊല്ലേണ്ടി വന്നു. ഇപ്പോൾ പഴയ റെപ്ലിക്കൻസ് എല്ലാം വാലസിനെതിരെ പോരാടാൻ തയ്യാറെടുക്കുവാണ്. അവരോടൊപ്പം ചേരാം. പിന്നെ താൻ കാരണം പിടിയായ ഡെക്കാർഡിനെയും രക്ഷപ്പെടുത്തണമെന്ന് തീരുമാനിച്ചു. തുടർന്ന് ലവിന്റെ നേതൃത്വത്തിൽ ഡെക്കാർഡിനെ മറ്റൊരിടത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഹീറോ അവിടെ ചെന്ന് അവരെ അറ്റാക്ക് ചെയ്യുന്നു. അവരുടെ വാഹനത്തിന്റെ കൺട്രോൾ നഷ്ടപ്പെട്ട് വെള്ളത്തിൽ വീണു. ഓരോ നിമിഷവും അവിടുത്തെ ജലം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഡെക്കാർഡിനും പ്രശ്നമാണ്. ജലം ഉയർന്ന് അദ്ദേഹത്തിന് ശ്വസിക്കാൻ പറ്റാതാവുന്നതിന് മുമ്പ് അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തണം. എന്നാൽ ലവ് ജീവനോടെ ഉണ്ട്. ആദ്യം അവളെ കീഴ്പ്പെടുത്തണം. അങ്ങനെ ലവും നമ്മുടെ ഹീറോയും തമ്മിൽ അടിയായി. ലവ് അന്യായമായിട്ട് ഫൈറ്റ് ചെയ്യും. ഒരു രക്ഷയില്ല. പുള്ളിക്കാരി അങ്ങനെ പിടിച്ചു നിർത്താനൊന്നും പറ്റൂല. ഹീറോ മോശമാണെന്നല്ല, എന്നാലും പുള്ളിക്കാരിയാണ് ബെറ്റർ, ഫാർ ബെറ്റർ. അധികം ആവുന്നതിന് മുമ്പ് തന്നെ ലവ് ഹീറോയെ അടിച്ചും വെട്ടി വീഴ്ത്തുന്നുണ്ട്. ഇനി ഡെക്കാർഡിനെ ഭൂമിക്ക് പുറത്തേക്ക് അയച്ചേക്കാവുന്നതാണ് വാലസിന്റെ പ്ലാൻ. പഴയ റെപ്ലിക്കൻസിനെ ടൈറൽ കോർപ്പറേഷൻ ക്രിയേറ്റ് ചെയ്തത് ഭൂമിക്ക് പുറത്തുള്ള ജോലികൾ ചെയ്യാനായിരുന്നു. ലിറ്ററലി അടിമകളെ പോലെ. ഇദ്ദേഹത്തിന്റെ ശിഷ്ടകാലം ഇനിയിപ്പോൾ അതുപോലൊക്കെ തന്നെയാവും എന്ന് ചിന്തിക്കുന്ന സമയത്താണ് പിന്നെയും നമ്മുടെ ഹീറോ അങ്ങോട്ട് വന്ന് ലവുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. അവളുടെ കഴുത്തിന് പിടിച്ച് ഞെരുക്കി അവൾക്ക് ഒരു ചാൻസും കൊടുക്കാതെ വെള്ളത്തിൽ മുക്കി അങ്ങനെ അവളെ കൊന്നു കളഞ്ഞു. അടിയൊക്കെ കഴിഞ്ഞ് ഡെക്കാർഡിന്റെ കയ്യിലിട്ടിരുന്ന വിലങ്ങൊക്കെ പൊട്ടിച്ചപ്പോഴേക്കും പാവം നമ്മുടെ ഹീറോ വെള്ളത്തിൽ മുങ്ങിപ്പോയി. എന്തായാലും ഡെക്കാർഡിന് ബോധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പുള്ളി നമ്മുടെ ഹീറോയെയും പിടിച്ച് കരയ്ക്ക് കയറി. ഇനി ഹീറോയ്ക്ക് ഒരു കാര്യം കൂടെ ചെയ്തു തീർക്കാൻ ബാക്കിയുണ്ട്. ഈ ഡെക്കാർഡിനെ അദ്ദേഹത്തിന്റെ മകളുടെ അടുത്ത് കൊണ്ടുചെല്ലുക, അനയുടെ അടുത്ത് കൊണ്ടുചെല്ലുക. തുടർന്ന് തൊട്ടടുത്ത ദിവസം തന്നെ അന വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റെല്ലൈൻ ലബോറട്ടറിയിൽ ഇദ്ദേഹത്തെ എത്തിച്ചു. ഇത്രയും നാൾ നമ്മുടെ ഓഫീസർ കെ കൊണ്ട് നടന്ന വുഡൻ ഹോഴ്സ് അത് ശരിക്കും ഇദ്ദേഹത്തിന്റെ മകളുടേതാണല്ലോ. അതും ഡെക്കാർഡിന്റെ കയ്യിൽ കൊടുത്തു. ഇത്രയൊക്കെ ഇവൻ തനിക്ക് വേണ്ടി ചെയ്തു തന്നത് കണ്ടപ്പോൾ ആരാ നീ, എന്തിനു ഇതൊക്കെ ചെയ്തു തന്നേ? അപ്പോൾ ഹീറോ അതിന് മറുപടി പറയുന്നതിന് പകരം ചെന്ന് നിങ്ങളുടെ മകളെ കാണ് എന്ന് പറഞ്ഞു. കുറച്ച് ദിവസത്തേക്കെങ്കിലും നമ്മുടെ ഹീറോയുടെ അച്ഛൻ ഇദ്ദേഹമാണെന്ന് ഇവൻ വിചാരിച്ചിട്ടുണ്ടല്ലോ. പിന്നെ അല്ലാവും അവൾക്കിട്ട് രണ്ടെണ്ണം പൊട്ടിക്കണമെന്ന് കാണുന്ന ഏതൊരാൾക്കാണെങ്കിലും തോന്നും. അങ്ങനെ ഡെക്കാർഡ് അകത്ത് കയറിപ്പോയി. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോ ചെയ്യുമ്പോഴും അവന്റെ ശരീരം ബ്ലീഡായി ബ്ലഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രി ലവുമായിട്ട് അമ്മാതിരി അടിയായിരുന്നല്ലോ. ആ ഒരു വേദനയൊക്കെ സഹിച്ച് ലബോറട്ടറിയുടെ പടിയിൽ വന്നിരുന്ന് അതേപോലെ പുറകോട്ട് ചാഞ്ഞ് കിടക്കുവാണ് നമ്മുടെ ഹീറോ. ഡെക്കാർഡ് അകത്ത് നിന്ന് തന്റെ മകളെ കണ്ടു. അവളുള്ള ആ ഒരു ഏരിയയിലേക്ക് ആർക്കും കടന്നു ചെല്ലാൻ പറ്റാത്തതുകൊണ്ട് പുറത്ത് തന്നെ നിന്ന് അദ്ദേഹത്തിന്റെ കൈ ഇങ്ങനെ ഗ്ലാസ്സിലേക്ക് വെക്കുന്നത് കാണിച്ചാണ് സിനിമ അവസാനിക്കുന്നത്. എന്ത് തോന്നുന്നു? സിനിമയെ പറ്റി എന്താണ് പറയാനുള്ളത്? എല്ലാ കാര്യങ്ങളും കമൻറ്റ് ചെയ്തറിയിക്കാം. കുറേയധികം ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാനുണ്ട്. അതിനോ നമ്മുടെ ഹീറോ അവിടെ ഇങ്ങനെ കിടക്കുന്ന പോലെ കണ്ടായിരുന്നു. പുള്ളിക്കാരൻ മരിച്ചു പോവോ? ഇനി അങ്ങോട്ട് അനയുടെ കാര്യങ്ങൾ എങ്ങനെയാണ്? അവൾക്കിപ്പോൾ ആ ഒരു കണ്ടീഷനിൽ നിന്ന് പുറത്തു വരാൻ പറ്റുമോ? വാലസ് എങ്ങനെ ഇതിനൊക്കെ റിയാക്ട് ചെയ്യും? അങ്ങനെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ കുറേ ഉണ്ട്. അതിനൊക്കെ ഉത്തരം വരാൻ പോകുന്ന സീരീസിൽ പ്രതീക്ഷിക്കാം. ഇപ്പം നമ്മൾ കണ്ട ഈ കഥ കഴിഞ്ഞ് 50 വർഷങ്ങൾ കഴിഞ്ഞ് നടക്കുന്ന കഥയാണെന്നാണ് പറയപ്പെടുന്നത്. ബ്ലേഡ് റണ്ണർ 2099 1999 നടക്കുന്ന കഥ. അതിൻ്റെ ഇപ്പോഴത്തെ സ്റ്റേജ് എന്താണെന്ന് എനിക്കറിയത്തില്ല. റൈറ്റേഴ്സ് സമരമൊക്കെ വന്നപ്പോൾ അവരതിൻ്റെ സ്ക്രിപ്റ്റിംഗ് ഒക്കെ നിർത്തിവെച്ചിരുന്നു. വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. എന്തായാലും അധികം വൈകാതെ റൂമേഴ്സ് അല്ലാതെ ഒരു പ്രോപ്പർ അപ്ഡേറ്റ് പ്രതീക്ഷിക്കുന്നു. ഇനിയിപ്പോൾ ഈ കഥയെ അവരെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, ഈ യൂണിവേഴ്സിനെ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമെന്ന് അറിയാൻ ഞാനും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്ത രീതിയൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. സോ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇതിൽ ഞാൻ കുറേ അധികം സീരീസുകൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്ലാനിങ് മാത്രമേ അങ്ങോട്ട് നടക്കുന്നുള്ളൂ ഗൈസ്. അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി കുറേ ആയി. 10-30 പേജായിട്ടും അതിൻ്റെ റെക്കോർഡിംഗ് അങ്ങോട്ട് തുടങ്ങിയിട്ടില്ല. അധികം വൈകാതെ എല്ലാം വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പരമാവധി വേഗത്തിലെല്ലാം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇങ്ങനെ മിക്സ് ആയി കിടക്കുന്നതുകൊണ്ട് ഒരു പുകയാണ്. ഇവിടുന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണമെന്നേ ആ ഒരു ഇതുകൊണ്ടാണ് ലേറ്റ് ആവുന്നത്. നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിച്ച് മുഷിപ്പിക്കുന്നതിൽ ഐ എം റിയലി സോറി. എത്രയും വേഗം ബാക്കിയുള്ള വീഡിയോസൊക്കെ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കാം. ഓക്കെ, ബൈ. എല്ലാവരും നന്നായിട്ട് ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ലൈഫൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ.